ഹായ് ജോഫി ജോസ്. ലിഡിയ മേരി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ അടിപൊളി ദിവസമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം കുട്ടിച്ചോറായ അനുഭവം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ അടുത്തുള്ളവരുടെ കുട്ടികളോ ആരെങ്കിലും ഡേ കെയറിൽ പോകാൻ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ പോകേണ്ട സമയമായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മാക്സിമം എല്ലാവരുടെ അടുത്ത് എത്തിക്കുക. ഭയങ്കര വലിയ തലവേദന ഉണ്ടാകുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഇന്നത്തെ ദുരനുഭവം നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇന്ന് ജോസുവിനെ ഞങ്ങൾ നഴ്സറിയിൽ വിട്ടു. 10-10:30 ആയപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചു. എൻ്റെ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു അവരെന്തോ നാപ്പി ചേഞ്ച് ചെയ്തപ്പം അവൻ്റെ ദേഹത്ത് കുറച്ച് ബ്രൂസസ് കണ്ടു. ബ്രൂസിലി ഉണ്ട്, ബ്രൂസിലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ? അത് ഇവിടെ വെച്ച് സംഭവിച്ചതല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ബ്രൂസസ് എന്തുവാണെന്ന് ഞാനങ്ങ് അയ്യടായി പോയി. അവനെ ഈ ബ്രൂസസ് എവിടെ നിന്ന് വരാനാണെന്ന് തന്നെ ഞാൻ അറിയിക്കുന്നത്. കൊച്ചെങ്ങോട്ടും ചാടിയും മറിഞ്ഞൊന്നുമില്ല. അവനാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം കെട്ടും കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ എൻ്റെ അറിവിൽ അങ്ങനെ എങ്ങോട്ടും ചാടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല, എവിടെയാണ് ബ്രൂസസ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കാലിൻ്റെ അവിടെ സൈഡിലുണ്ട്, ഹിപ്പിലുണ്ട്, പുറകിലുണ്ട്, കൈയുടെ താഴെയുണ്ട്, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ബ്രൂസസ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി എവിടെയെങ്കിലും വീണോ എന്നാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ കുട്ടി എങ്ങും വീണിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവനെങ്ങും വീണിട്ടില്ല, ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അവിടെ വന്നൊന്ന് നോക്കട്ടെ എന്തോ ആണെന്ന്, ഞാൻ അവിടെ വരെ വരേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അങ്ങനെയാണെങ്കിൽ വരാം എന്ന് വെച്ചാൽ വർക്ക് ഫ്രം ഹോമാണ്, എനിക്ക് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഗാർഡനിൽ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക, അവന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തോ, ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ പറഞ്ഞു വേണ്ട അങ്ങനത്തെ കുഴപ്പമില്ല, ഞങ്ങളിത് യൂഷ്വലി സോഷ്യൽ കെയറിൽ അറിയിക്കണം, പക്ഷേ അവൻ കളിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവൻ ആ ബ്രൂസസ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നിടത്തൊന്ന് തൊട്ട് നോക്കുക, അവന് വേദനയുണ്ടോ എന്ന് അറിയാൻ. അപ്പോൾ പറഞ്ഞു അവരതൊക്കെ ചെയ്തു, അവന് വേദനയൊന്നുമില്ല, അവൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. എന്ന് വെച്ചാൽ അതിനകത്ത് വേറെ ഒന്നും ഇല്ലെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പം എനിക്ക് വേറൊരു കോൾ വന്നു. അപ്പോൾ എനിക്കത് ഒന്നാമത് മനസ്സിലാവാത്തൊരു നമ്പർ, എന്തോ ലാംഗ്വേജ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തോ കോൾ വന്നത്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല, ഞാനാണെങ്കിൽ നല്ല പണിയില്ല. ജോഫിയുടെ ഫോൺ അടിക്കുന്നത് ഞാൻ കേട്ടു. അതിലെ കോമഡി, ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു, എന്ത് ബീന സംതിങ് ആണെന്ന് തോന്നുന്നു. ഒരു മലയാളത്തിലൊരു ചേച്ചി സംസാരിച്ചിട്ട് ഞാൻ ഇന്ന ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. നിങ്ങളുടെ ആ വാക്കെന്തായിരുന്നു? ദ്വിഭാഷിയുടെ ഇംഗ്ലീഷ് ഇന്റർപ്രറ്റർ, ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആണ് ജോഫിനെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സഹായം കിട്ടിയ കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയിൽ ഒരു ദ്വിഭാഷി വരുന്നുണ്ട്, കുഴപ്പമില്ല. ഒരു മദാമ ഒരു സോഷ്യൽ വർക്കറാണ് സംസാരിക്കണേ, ഇതിൻ്റെ ഇടയിൽ ഒരു മലയാളി ചേച്ചി നിന്നിട്ട് നമുക്കിതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, ദ്വിഭാഷയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കട്ടി മലയാളത്തിലാട്ടോ എൻ്റെ ട്രാൻസ്ലേഷനൊക്കെ, ഭയങ്കര ലിറ്ററൽ മലയാളത്തിലാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അത് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇൻ്റർപ്രറ്ററിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് നഴ്സറി എന്ന് പറഞ്ഞു നമുക്ക് ഇൻ്റർപ്രറ്ററിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്തോ. പോയിന്റ് 1 നമ്മൾ ഏഷ്യൻസ് ആണ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരും എന്നൊക്കെ വിചാരിച്ചു എന്നുള്ളൊരു പ്രിജുഡിസ് പോലൊക്കെ തോന്നി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അപ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം മോശമായിട്ട് തോന്നുന്നത് ആയിരിക്കാം. പിന്നെ നമ്മുടെ മനസ്സിൽ അപ്പോഴേക്കും ഇതൊക്കെ കയറി വരാണ്, ഏഷ്യൻസ് ആയതുകൊണ്ടാണോ, നമ്മുടെ കൊച്ചു മാത്രമേ ഉള്ളൂ അവിടെ, എനിക്ക് തോന്നുന്നു ഏഷ്യൻ തോന്നുന്നു. അവിടെ എനിക്കൊന്നൊരു മറ്റേ ആഫ്രിക്കൻ ഭാഗത്തു നിന്നുള്ള ഒരു കുട്ടിയുണ്ട്, ഡിസെൻഡന്റ് ഒരു കുട്ടിയുണ്ട്, പിന്നെ ഉള്ളത് ഒരു ഏഷ്യൻ കുട്ടിയാണ്, ബാക്കിയെല്ലാം വൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അല്ല, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒറ്റ സോഷ്യൽ കെയറിൽ നിന്നൊക്കെ കോള് വരിക, അല്ലെങ്കിൽ സോഷ്യൽ കെയർ എങ്ങനെയാണ് പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടതെന്നൊക്കെ നമുക്ക് കുറേ അനുഭവങ്ങളുണ്ട്, നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ക്രൂരന്മാരായ മാതാപിതാക്കളായിട്ട് മാറുക പെട്ടെന്ന് ഒറ്റ മിനിറ്റോട് ഞങ്ങൾ ഷോക്ക് അടിച്ച പോലെ. അവർ സംസാരിച്ചതൊക്കെ നന്നായിട്ടൊക്കെയാണ്. അപ്പം ആ ബ്രൂസസിന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടിരിക്കുമോ, എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനവരോട് പറഞ്ഞു 1 ഇവനെങ്ങും വീണിട്ടില്ല, 2 ഈ ബ്രൂസസ് എന്താണെന്ന് കാണാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ രാവിലെ നഴ്സറിയിൽ നിന്ന് വിളിച്ചപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു ഇത് ബർത്ത് മാർക്സ് അല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന്. ബിക്കോസ് ജോസുവിൻ്റെ ദേഹത്ത് ഈ മംഗോളിയൻ മാർക്സ് എന്ന് പറയും, ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. കൂടുതലും ഏഷ്യൻ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്കാട്ടോ ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അവൻ ജനിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഗ്രേഷ് കളറിൽ വലിയ മാർക്സുകളായിരിക്കും ബോഡിയിൽ, അവൻ്റെ പുറത്തുണ്ടത് കുറച്ച്. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ഇത് വരികേണ്ട, ഇത് ബർത്ത് മാർക്ക് അല്ല, ഇത് വളരും തോറും അത് പോകും എന്ന്. ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അത് മുഴുവനായിട്ട് മാഞ്ഞു പോകും എന്ന് പറഞ്ഞു. ഈ സ്കിന്നിൽ മെലനിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ടുള്ളതാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ രാവിലെ നഴ്സറിയിലും പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇത് മംഗോളിയൻ മാർക്സ് ആയിട്ട് തോന്നുന്നില്ല, ബ്രൂസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെയാണ് പറഞ്ഞത്. എനിവേസ് സോഷ്യൽ വർക്കറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഇത് മംഗോളിയൻ മാർക്സ് ആണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് ഫോട്ടോസ് ഇല്ല. നഴ്സറിയോട് ചോദിച്ചപ്പോൾ അവർ നമുക്കൊട്ട് ഫോട്ടോസ് അയച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഫോട്ടോ കണ്ടിട്ടില്ല, നമ്മൾ കുട്ടീനെ ഇതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ടാലല്ലേ നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നോക്കൂ. അപ്പോൾ എൻ്റെ അറിവിൽ ഇത് മംഗോളിയൻ മാർക്സ് ആണ്, ഇത് വേറെ ഒന്നും അല്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറേ ചിന്തിക്കുക, അയ്യോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഇന്നലെ കുളിപ്പിച്ചപ്പോൾ എന്തെങ്കിലും കയ്യോ കാലോ തട്ടിയോ എന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പിന്നെ അവർ സ്പെസിഫിക് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ കുട്ടീനെ എന്തെങ്കിലും ചെയ്തോ? ദേഷ്യം വന്നപ്പോൾ അവനെ ഞെക്കി പിടിച്ചോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം അതിനു മുമ്പ് അവർ ചോദിച്ചു ഇവൻ എവിടുന്നേലും എടുത്ത് ചാടുവോ, അവന് അതായത് എന്തിൻ്റെയും മുകളിൽ എടുത്ത് ചാടിയോ, അവനെങ്ങനെ ഒറ്റയ്ക്കെങ്ങാനും വീണോ? അപ്പോൾ ഇവർ നഴ്സറിയിൽ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് നമ്മുടെ കൊച്ച് ഭയങ്കര സൈലൻറ്റ് കൊച്ചാണ്, വെറുതെ അവിടെ കാണും കളിച്ചൊക്കെ ഇരിക്കത്തേ ഉള്ളൂ, അവന് ഈ ചാട്ടവും മറിച്ചിലൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു അതൊക്കെ കറക്റ്റ് ഒബ്സർവേഷനാണ്, ഞങ്ങളുടെ കൊച്ച് അങ്ങനെ ചാടത്തും മറിയത്തൊന്നുമില്ല, അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ ചാടാൻ വഴിയില്ല. ഇതിന്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് അപ്പോഴേക്കും ഞങ്ങളുടെ ദിവസം ഇന്നത്തെ കൊളായി കേട്ടോ. ലിഡിയയുടെ വർക്ക് കൊളായി, ഞാൻ ചെയ്യുന്ന ബിസിനസ് ഇന്നത്തെ മൊത്തം കൊളാക്കി. അതായത് നമ്മുടെ ചിന്ത കയറി, നമ്മൾ അയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നമ്മൾ വേറെ ചിന്തിച്ചു പോകും. നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥ വരെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. എന്താ വെച്ചാൽ കൊച്ചിനെ ഒരു കൊണ്ടുപോകും, എന്തൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ വളരെ സ്വീറ്റ് ആയിട്ടോ ചോദിക്കുന്നത്. നമുക്ക് ദേഷ്യം വന്ന് കയ്യിൽ നിന്ന് പോയപ്പോൾ നമ്മൾ അവനെ പിടിച്ച് ഞെക്കിയോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ദേഷ്യം വരാനുള്ള സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ദേഷ്യവും വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ടൈം നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് അടുത്ത 5 മിനിറ്റിൽ ഒരു വർക്ക് കോൾ ഉണ്ട്, എനിക്കാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, എന്നാൽ അവർ നഴ്സറിയെ വിളിച്ചിട്ട് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് നഴ്സറിയിൽ നിന്ന് പറഞ്ഞു എന്ന് അവൻ്റെ ബോഡി മാർക്കിങ്സ് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോഡി മാർക്കിങ്സിൽ ഇങ്ങനെ പാടുകൾ നേരത്തെ കണ്ടിട്ടില്ല, പക്ഷേ ഇന്ന് ആ ബോഡി മാർക്കിംഗ് എടുത്തപ്പോൾ ഒത്തിരി പാടുകൾ കണ്ടു. ഐ സെഡ് നമ്മളിങ്ങനെ ബോഡി മാർക്കിങ്സ് എടുത്തിട്ട് എനിക്കൊരു ഓർമ്മയില്ല. നമ്മളോട് രജിസ്ട്രേഷൻ ഫോമിൽ ചോദിക്കും ബർത്ത് മാർക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ ബർത്ത് മാർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെ ഭയങ്കര ഒബ്വിയസ് ആയിട്ട് കാണുന്ന ഒരു മാർക്കല്ല. ഇതിങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ അടുപ്പിച്ച് നോക്കിയാൽ ഇങ്ങനെ കാണുന്ന ടൈപ്പ് ഒരു മാർക്കാണ്. പല മാർക്സാണ്. അതാണെങ്കിൽ പിന്നെ ബർത്ത് മാർക്ക് അല്ല താനും, അതുകൊണ്ട് അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് അത് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കുട്ടികളെ നഴ്സറിയിലൊക്കെ വിടുന്നുണ്ടെങ്കിൽ ബർത്ത് മാർക്ക് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പൊതുവെയുള്ള മാർക്സും കൂടെ ഒക്കെ എഴുതി കൊടുക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ഈ മംഗോളിയ മാർക്ക് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഓർത്ത് വെച്ചേക്കുക. അങ്ങനത്തെ മംഗോളിയൻ ബ്ലൂ സ്പോട്ട്സ് ചെറിയ കല്ലച്ചിരിക്കുന്ന പോലത്തെ മാർക്ക്, അവരെയും കുറ്റം പറയാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അതായത് വൈറ്റ്സിന് ഇത് വലിയ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവമല്ല. അപ്പം അതുകൊണ്ട് അവർ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ അവരും അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ അവർ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യത്ര. നല്ല ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നല്ലതാണ്. ആക്ച്വലി ഇത് ഒരു രീതിയിൽ നോക്കിയാലും നല്ലതാണ്. ബിക്കോസ് അവർ കൺസേൺഡ് ആയി, മാർക്കുണ്ട്, ബോഡിയിൽ എന്തോ മാർക്ക്, പേരൻസ് ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ പക്ഷേ മംഗോളിയൻ സ്പോർട്സ് ആണെന്നൊക്കെ പറഞ്ഞു, അതവർ വിശ്വസിച്ചില്ല. പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ജോഫിയോട് കോൾ എടുക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ക്ലൈന്റ് കോളിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് ഇറങ്ങി ജോഫിയോട് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കോൾ എടുത്തു. അപ്പോഴേക്കും വലിയ ടൈംസിലേക്ക് ഒരു സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മളോട് പറയണം അടുത്ത സ്റ്റെപ്പായിട്ട് ഇവർ പറയണം വേഗം കൊച്ചിനെ നഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത GP ഏതാണെന്ന് വെച്ചാൽ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കൊച്ചിനെ അവിടെ കാണിച്ചിട്ട് ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് ഇത് മംഗോളിയൻ മാർക്കാണ്, അല്ലെങ്കിൽ കൊച്ചിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് നിന്ന് ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ നമ്മളിത് ക്ലോസ് ചെയ്യുന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതായത് ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു കൊച്ച് ജനനം മുതൽ മാർക്കുള്ള കുട്ടി ഇപ്പോൾ പെട്ടെന്ന് അവരെന്തോ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട അവസ്ഥയായി. ഇത് പ്രൂവ് ചെയ്യാൻ ഇത് മംഗോളിയൻ മാർക്സ് ആണെന്നും ബ്രൂസസ് അല്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നേരെ കൊച്ചിനെ പിക്ക് ചെയ്യാൻ പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഇവർ നമ്മളെ ഭയങ്കര സ്വകാര്യമായിട്ട് നമുക്ക് വേറെ റൂമിലൊക്കെ ഇരുന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ അവിടെ കൊണ്ടുവരുന്നു. സംഭവം ഇത് പൊക്കി കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തായാലും 50-50 നമുക്ക് അപ്പോഴും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും പറ്റിയെന്നൊക്കെ ഇല്ലേ. അവിടെ ചെന്ന് ഈ അപ്പോഴൊന്നും അവിടെ പറഞ്ഞില്ല മംഗോളിയൻ മാർക്സ്. ഞാൻ പിന്നെ മെൻഷൻ ചെയ്തില്ല, കാണുന്നിടം വരെ പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെ മറ്റേ തിരി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഗുണ്ടു പൊട്ടാൻ പാകത്തിന്. എന്നിട്ട് ഇവര് ഡ്രസ്സൊക്കെ മാറ്റി കൊച്ചിന് മാർക്ക് കാണിച്ചു. അയ്യടാ ഇതാ സംഭവം. അത് തന്നെ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. ഞാൻ അവരോടും ഞാൻ കുറെ പറഞ്ഞു. നമ്മൾ കണ്ട സ്ഥിരമുള്ള കൊച്ചിന്റെ പാടായിരുന്നു. അപ്പൊ അവരോട് പറയാനുള്ളത് പറഞ്ഞു ഇംഗ്ലീഷല്ലേ. ഞാൻ അവരോടത്ത് ചോദിച്ചു ഈ 2 മാസമായിട്ട് നിങ്ങൾ കൊച്ചിനെ നോക്കുവാണ്, ഈ മാർക്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ ഇത് കൊച്ചിന്റെ ജനനം മുതലുള്ള മാർക്സ് ആണ്. ഇവരെന്താണ്ട് പുതിയതായിട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നത്. അപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ മാർക്കുകളൊക്കെ തെളിഞ്ഞു വന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളോട് സോറി പറഞ്ഞു. നമ്മൾ ഏത് കുട്ടികളായാലും ഇങ്ങനെ അതിനല്ലേ നമുക്ക് വിശ്വാസമില്ല. അത് ഇംഗ്ലീഷുകാരുടെ കുട്ടികൾ ഇവരിങ്ങനെ ചെയ്യോ, അതിനി നമ്മുടെ മനസ്സിൽ അതൊക്കെ കയറിയിട്ടാണോ എന്നറിയില്ല.
നമ്മുടെ കുട്ടിയായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അവർ അപ്പോൾ ഒത്തിരി അപ്പോളജൈസ് ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ മംഗോളിയൻ മാർക്സ് ആണെന്ന് പെട്ടെന്ന് അവർക്കും അത് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് കാണിച്ചു, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് തന്നെയല്ലേ നിങ്ങൾ കൊച്ചിൻ്റെ ദേഹത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടു. എൻ്റെ കയ്യിൽ നിന്നും പോയി ഞാൻ ക്ലിയർ ആക്കി. എന്ന് വെച്ചാൽ ഞാൻ ഐ ആക്ച്വലി സെഡ് യു റൂയിൻഡ് മൈ ഡേ എന്നുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞു അവരുടെ അടുത്ത്. എനിക്ക് അത്രയും ദേഷ്യം സെയിം വന്നു. കോൺട്രേ ആയി. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങളുടെ GP ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർക്ക് ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഇത്ര ഉള്ളിൽ സിമ്പിൾ സംഭവമില്ല. ആള് നമ്മുടെ മനസ്സിൽ അപ്പോഴും ടെൻഷൻ ഉണ്ട്, ഡോക്ടറിന് റോങ് പറയുന്നു. പക്ഷെ ഡോക്ടർക്ക് സംഭവം മനസ്സിലായി. പുള്ളി ഇത് കണ്ടപ്പോൾ തന്നെ ഹി സെഡ് ഇത് മംഗോളിയൻ മാർക്സ്, അവന് ചതവൊന്നുമില്ല, അവന് നീരൊന്നുമില്ല. ഇത് തൊട്ട് നോക്കുമ്പോഴും കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ, അതെങ്കിലും ഓർത്താൽ മതിയായിരുന്നു. എന്നിട്ട് സംഭവം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഡോക്ടർ റിപ്പോർട്ട് എഴുതി അങ്ങോട്ട് അയച്ചേക്കാന്ന് പറഞ്ഞു. റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു. പ്രശ്നം തീർന്നു വെച്ചാൽ ഞങ്ങൾ എന്തായാലും അടുത്ത സ്റ്റെപ്പ് ഒരു മെയിലും സംഭവങ്ങളൊക്കെ അയച്ച് അവരുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് നമുക്ക് ഇങ്ങോട്ടും കൂടെ വാങ്ങിച്ചു വെക്കണം. ഇതെന്താ വെച്ചാൽ ഭാവിയിൽ ഇനി ചിലപ്പോൾ ഞങ്ങളിത് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. നഴ്സറി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കും GPയുടെ ലെറ്റർ കിട്ടി, കൺഫേം ചെയ്തു, ഇത് ഇനി എഴുതിയിട്ട് ഇത് ക്ലോസ് ചെയ്യാം, നാളെ ഇത് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവരൊരു ഫോം തരാം, അപ്പോൾ കുട്ടിയുടെ ദേഹത്തുള്ള മാർക്കൊക്കെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. ഇത് അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമില്ല, ഓരോ മണ്ടത്തരങ്ങൾ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേസ് വർക്കർ വിളിച്ചു, അതായത് സോഷ്യൽ വർക്കർ ചൈൽഡ് കെയർ എന്ന് വിളിച്ചിട്ട് ചോദിച്ചു GPയെ കണ്ടു. നമ്മൾ GPയെ കണ്ടു, ലെറ്റർ കിട്ടി. അപ്പോൾ അവർക്ക് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നാളെ രാവിലെ കിട്ടിക്കോളും. പിന്നെ നഴ്സറി വിളിച്ച് സംസാരിച്ചോളാം, അവർക്ക് കിട്ടി ഓക്കെ ആണെന്ന്. എന്നിട്ട് രാവിലെ ഈ മാറ്റർ ക്ലോസ് ചെയ്തോളാം, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്നത് എന്നുവെച്ചാൽ നമ്മുടെ കൊച്ചിനെ ഇനി അവർ നോക്കണമല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ നോട്ട്സ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണല്ലോ, അപ്പോൾ ആ ഇൻസിഡൻറ്റിനുള്ള നോട്ട്സ് അവരുടെ കയ്യിൽ കാണും. അപ്പോൾ അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ കേസ് വർക്കറിനും എന്തെങ്കിലും നോട്ട്സ് കാണും, അതും നമുക്ക് കിട്ടും എന്നാണ് ഞാൻ റിസർച്ച് ചെയ്ത് തപ്പി പിടിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ച് വെക്കാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട്, അതായത് കൊച്ചുങ്ങളെ അടുത്ത് തന്നെ നഴ്സറിയിലൊക്കെ വിടാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഇങ്ങനെ പ്രത്യേക മാർക്കുകളൊക്കെ ഉള്ളതാണെങ്കിൽ നേരത്തെ അവരെ അറിയിക്കുക, സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ സംഗതി പുരുവാലാവും, നമ്മുടെ തലയ്ക്ക് വരും. നമ്മൾ പെട്ടെന്ന് ക്രൂരന്മാരായ, നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കന്മാരാവും. നമ്മുടെ അന്നത്തെ ദിവസമല്ല, നമ്മുടെ കരിയറോ നമ്മുടെ എല്ലാം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് ഇത് എത്താം. അതൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു വലിയ ഡെമോക്രസിൻ്റെ വാള് പോലെ തലയുടെ മുകളിലുള്ളത് കൊണ്ട് നമ്മളും പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുക. അതല്ല, ഈ മംഗോളിയൻ മാർക്കിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ബോധവാന്മാരായി പെട്ടെന്ന് തന്നെ സ്കൂളിലോ അല്ലെങ്കിൽ ചൈൽഡ് കെയറിൻ്റെ അടുത്തൊക്കെ സംഭവം അവതരിപ്പിച്ചേക്കാം. ഇതൊരു ഭയങ്കര കോമൺ ഒരു കാര്യമാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് ഇതൊക്കെ അറിവുണ്ടാകേണ്ടതാണല്ലോ. അപ്പം അത് മാത്രമല്ല, നഴ്സറി മാനേജർ ആക്ച്വലി പറഞ്ഞു എൻ്റെ കുട്ടിക്ക് മംഗോളിയൻ ബ്ലൂ സ്പോട്ട്സ് ഉണ്ട്, പക്ഷേ കയ്യിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കയ്യിലുള്ളത് ബ്രൂസാണ്. നിങ്ങളുടെ ദിവസങ്ങളും ഇതേപോലെ പോവാതിരിക്കാൻ വേണ്ടി നമ്മളിത് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ്, മീഡിയ മേരി. താങ്ക് യു.